എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള അടിപൊളി റെസിപ്പിയുമായാണ്. മുൻപൊരിക്കൽ വനിതാ പാചക മത്സരത്തിൽ 3 ചേരുവ കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ പാചകക്കുറിപ്പുകൾക്കായി മത്സരം നടത്തിയിരുന്നു. അന്ന് സമ്മാനാർഹമായ എൻ്റെ അമ്മയുടെ പാചകക്കുറിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അധികം പുളിയില്ലാത്ത 2 പച്ചമാങ്ങയാണ് ഇതിനു വേണ്ടത്. ഇത് തൊലി ചെത്തിയ ശേഷം കൊത്തിയരിയണം. കൊത്തിയരിയുന്നതിനായി ഇതേപോലെ കത്തിയോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു നാളികേരം ചെരുകിയതാണ്. പിന്നെ ആവശ്യമുള്ളത് ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകുമാണ്. സവാളയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നാളികേരത്തിൻ്റെ 1/4 പാൽ മാത്രമാണ് നമുക്ക് വേണ്ടത്. അതിനായി നാളികേരം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ചതച്ചെടുത്ത ശേഷം പാല് പിഴിഞ്ഞെടുക്കാം. ഇനി കൊത്തി അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഈ സവാള, ഇഞ്ചി, പച്ചമുളക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി തിരുമിയെടുക്കണം. കൈ വെച്ച് തന്നെ തിരുമിയെടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച നാളികേരത്തിൻ്റെ കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അടിപൊളി മാങ്ങാ പച്ചടി തയ്യാർ. മറ്റു കറികളൊന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി ചോറ് കാലിയാക്കാൻ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. താങ്ക് യു.